പുനർജനിയാണ് പൊട്ടിവീണ പുതിയ വിഷയം. പുനർജനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് പുനർജന്മത്തിലേക്ക് കടന്നു വരുന്ന പുനർജനി ഗുഹ നൂഴലായിരിക്കും. തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമലയിലെ വില്വാദ്രിനാഥ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഏതാണ്ട് 100-150 മീറ്ററോളം ദൈർഘ്യമുള്ള ഗുഹ. ആദ്യം നിവർന്നു നിന്നും പിന്നെ കുമ്പിട്ടും അതുപോലെ തന്നെ ഇരുന്നും ചെരിഞ്ഞും കുറേ ദൂരം മലർന്നു കിടന്ന് നിരങ്ങിയുമൊക്കെ ഏതാണ്ട് 100-150 മീറ്റർ ദൈർഘ്യമുള്ള ആ തുരങ്കപാത കടന്ന് പുറത്തു വരുമ്പോൾ പുനർജന്മം ലഭിക്കും എന്നതാണ് പുനർജനി നൂഴലുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത ആ നൂഴലും ആ പുറത്തു വരലും ആ പുനർജന്മവും ഒന്നുമായി ബന്ധപ്പെട്ടതല്ല. 2018 കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം നമുക്കറിയാം. എം എം മണി ആശാൻ വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ റിസർവോയറുകളുടെയും ഷട്ടറുകൾ ഉയർത്തിയിട്ട് പുള്ളി പോയി സുഖമായി കിടന്നുറങ്ങിയപ്പം പെരിയാറിലും അനുബന്ധ നദികളിലുമൊക്കെ വെള്ളം വലിയ തോതിൽ കുത്തിയൊഴുകി വരികയും കേരളത്തിൽ ഉടനീളം തന്നെ വലിയ തോതിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്ത ആ നൂറ്റാണ്ടിലെ പ്രളയം. ആ പ്രളയത്തിൽ തകർന്നു പോവുകയോ ഭാഗികമായി നഷ്ടം സംഭവിക്കുകയോ ഒക്കെ ചെയ്ത 280ഓളം വീടുകളും അവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതോപാധികളുമൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പറവൂരിലെ MLA ആയ VD സതീശൻ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളെ, പരിചയമുള്ളവരെ, സഹായിക്കാൻ സന്മനസ്സുള്ളവരെയൊക്കെ സമീപിച്ചുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ തൻ്റെ നിയോജക മണ്ഡലത്തിൽ ബാധിക്കപ്പെട്ട ആളുകളുടെ ജീവിതത്തിന് പുനർജനി നൽകുന്ന തരത്തിൽ ഒരു സഹായം നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. ആ പദ്ധതിക്ക് അദ്ദേഹം കൊടുത്ത പേരായിരുന്നു പുനർജനി എന്ന് പറയുന്നത്. അർത്ഥവത്തായ പേരാണ്. അതിനുവേണ്ടി അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ച് ചില രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ രാജ്യങ്ങളിൽ നിന്ന് പണം ഈ പ്രൊജക്റ്റിലേക്ക്, പുനർജനി പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, അതിൻ്റെ വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുകയും അതിൽ VD സതീശനുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടും നടന്നിട്ടില്ല എന്ന തരത്തിൽ ക്ലീൻ ചിറ്റ് കൊടുത്ത് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു കേസാണ്. എന്നാൽ അതിലൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം വല്ലതും നടന്നിട്ടുണ്ടോ അങ്ങനെ വന്ന പണത്തിൽ. കാരണം ആ പണം വന്നത് VD സതീശൻ്റെ പേർക്കല്ല, മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് വേണ്ടി പണം വന്നിട്ടുണ്ട്. ഏതാണ്ട് 20 ലക്ഷത്തിലധികം രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പണം വന്നതിൽ വല്ല വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് CBI അന്വേഷിക്കുന്നത്. കാരണം അത് സംസ്ഥാനത്തെ ഏജൻസികൾ അന്വേഷിച്ചാൽ പോരാ. കാരണം വിദേശ രാജ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഏജൻസിക്ക് അന്വേഷിച്ചാൽ അതിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നൊരു നിർദ്ദേശം ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ വിഷയത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ വല്ലതും നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം ഉയർന്നപ്പോൾ, പ്രത്യേകിച്ചും വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്തുകയും അതിൽ ഇത്തരത്തിൽ ആരെങ്കിലും പണം കൈപ്പറ്റി തെറ്റായ രീതിയിൽ അത് ഉപയോഗിക്കുകയോ അഴിമതി നടത്തുകയോ ആരോപണമൊക്കെ വന്നിരുന്നു. VD സതീശൻ ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിയെന്നോ വലിയ തോതിൽ പണം തിരിമറി നടത്തിയെന്നോ ഒക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു ഏജൻസിക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ED തന്നെ പറഞ്ഞത് അങ്ങനെയൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അവരും ആ ഫയൽ ക്ലോസ് ചെയ്തു പോവുകയാണ്. മാത്രവുമല്ല, അതിനൊരു പാരൻ്റ് കേസ് ഇല്ല എന്നുള്ളതാണ്. VD സതീശൻ ഇത്തരത്തിൽ അഴിമതി നടത്തിയെന്ന് പറയുന്ന തരത്തിലുള്ളൊരു കേസ്, ഒരു FIR സംസ്ഥാനത്തെ പോലീസ് അതല്ലെങ്കിൽ വിജിലൻസ് എവിടെയും ഫയൽ ചെയ്തതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പാരൻ്റ് കേസ് ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ED പിന്മാറുകയുണ്ടായത്. സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ CBIക്ക് ഈ കേസ് വിടുമ്പോഴും ഉണ്ടാകുന്നത്. ഇതിനെ സംബന്ധിച്ച് VD സതീശനെതിരായിട്ടുള്ളൊരു പാരൻ്റ് കേസില്ല, ഒരു FIR ഇവിടെ നിലനിൽക്കുന്നില്ല. ഇത്തരത്തിൽ അഴിമതി നടത്തിയെന്നോ അല്ലെങ്കിൽ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം നടത്തിയെന്നോ ഉള്ള തരത്തിലുള്ളൊരു FIR, ഒരു കേസ് കേരളത്തിൽ നിലനിൽക്കുന്നില്ല. വിജിലൻസ് എടുത്തതോ മറ്റേതെങ്കിലും ഏജൻസി എടുത്തതോ ആയിട്ടുള്ളൊരു FIR കേരളത്തിൽ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമവൃത്തങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാണ്. ഇതെങ്ങനെയാണ് CBIക്ക് കേസ് എടുക്കാൻ കഴിയുക? കാരണം സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് ആഭ്യന്തരം. അവിടെ കേസ് കൈകാര്യം ചെയ്യേണ്ടത് സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ്. അങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാത്ത വിഷയത്തിൽ അതിൻ്റെ തുടരന്വേഷണം നടത്തുന്നതിന് എങ്ങനെയാണ് ഒരു കേന്ദ്ര ഏജൻസിക്ക് ഇതിൽ ഇൻ്റർവീൻ ചെയ്യാൻ കഴിയുക, ഇടപെടാൻ കഴിയുക എന്ന തരത്തിൽ നിയമവൃത്തങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ട്. എന്തായാലും വയനാട്ടിൽ കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാവശ്യമായ തരത്തിലുള്ള
വലിയ ഒരുക്കങ്ങൾ നടക്കാൻ പോകുന്ന ദിവസം തന്നെ ഇത്തരത്തിലൊരു വാർത്ത പൊട്ടി വീണതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ശക്തമായി അതിൻ്റെ പ്രകടനം കാഴ്ചവെച്ച തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തെ തുടർന്ന് ആ ആത്മവിശ്വാസവും ആവേശവും കൈമുതലാക്കിക്കൊണ്ട് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് അതിൻ്റെ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾക്ക് തുടക്കം കുറിക്കുന്ന വയനാട്ടിലെ മറ്റൊരു കോൺക്ലേവ് അതിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു വാർത്ത വന്ന് അദ്ദേഹത്തെ ഡിഫൻസിലേക്ക് അയക്കാം അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കാം എന്നൊക്കെയുള്ള തരത്തിലുള്ള ചിന്ത ഒരുപക്ഷെ ഇടത് ബുദ്ധിജീവികൾ ആരോ ഓതിക്കൊടുത്തിട്ടുണ്ടാകണം. പക്ഷേ ആ പദ്ധതി പുനർജനി എന്ന് പറയുന്ന പദ്ധതി തൻ്റെ നിയോജകമണ്ഡലത്തിലെ ആ നിയോജകമണ്ഡലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഒരു CPM ഇടത് മണ്ഡലമായിരുന്നു. പക്ഷേ വി ഡി സതീശൻ അവിടെ വന്നതിന് ശേഷം ഏതാണ്ട് 2.5 പതിറ്റാണ്ടിലേറെ കാലമായി ഇപ്പോഴും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഓരോ തവണ മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതുമാണ് ചരിത്രം. ആ ഭൂരിപക്ഷം ഒരു ഇരട്ടി കൂടി വർദ്ധിക്കുന്നതിന് മാത്രമാണ് ഈ കേസ് കാരണമാവുക എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. വിജിലൻസ് തന്നെ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിൽ വി ഡി സതീശൻ പണം കൈപ്പറ്റിയതായോ അത് സംബന്ധിച്ച് എന്തെങ്കിലും അഴിമതി നടത്തിയതായോ ഇത്തരത്തിൽ ഭൂമി വാങ്ങിയതുമായോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ മറുപടി നൽകുന്ന തരത്തിൽ നിയമസഭാ സ്പീക്കർക്ക് വിജിലൻസ് ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്ത രൂപം ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി വയനാട്ടിലേക്ക് ചുരം കയറിയ വി ഡി സതീശൻ മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ പറഞ്ഞു, ഏതന്വേഷണവും സ്വാഗതാർഹമാണ്, ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ശരീരഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. നമുക്ക് ഓർമ്മ വരുന്നത് 1ാം പിണറായി സർക്കാരിൻ്റെ അന്ത്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായി സരിതയെ വിളിച്ചു വരുത്തി ഒരു പരാതി എഴുതി വാങ്ങി അതിൻ്റെ പുറത്ത് CBI എൻക്വയറിക്ക് വിട്ട ഒരു പശ്ചാത്തലം നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ അതുപോലെ പ്രതിപക്ഷത്തെ നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി എന്നുള്ള നിലയിലേക്ക് രാഷ്ട്രീയമായി ഈ പറയുന്ന കേസിനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊരു അന്വേഷണമാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. തുടങ്ങിയിടത്ത് തന്നെ അതിന് വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഈ വിജിലൻസ് അദ്ദേഹത്തിന് കൊടുത്ത വി ഡി സതീശന് കൊടുത്ത ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇനി എന്ത് ചെയ്യും എന്നുള്ള നിലയിലേക്ക് പിണറായി ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് തീർച്ചയായും വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജനിയാണ്. എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് പുതിയൊരു ജന്മത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ തുരങ്കപാതയിലൂടെയുള്ള നൂഴൽ പോലെ എല്ലാ പരീക്ഷണ പർവ്വങ്ങളും പിന്നിട്ട് തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും കഴുകിക്കളഞ്ഞുകൊണ്ട് വളരെ വൃത്തിയായി ഭംഗിയായി ഐശ്വര്യത്തോടുകൂടി ആ പരീക്ഷണ പർവ്വം പിന്നിട്ട് ഒരു പുനർജനിയിലേക്ക് നൂണ്ട് പുറത്തു വരുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്ക് ഈ കേസ് പൊട്ടി വന്ന് വളരെ വൈകാതെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്.